എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ വിടങ്ങ് പറയുകയാ, അല്ലാഹു നിങ്ങൾക്ക് പരീക്ഷണം തന്നാ നിങ്ങൾ പതറരുത്. ഒരു തലവേദന വന്നാലും നിനക്ക് പ്രതിഫലമുണ്ടല്ലോ, നിന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടാലും നിനക്ക് പ്രതിഫലമുണ്ടല്ലോ. എന്തിനാ ഭയപ്പെടുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു സഹാബി വനിതയായ സ്വാലിഹത്തായ പെണ്ണ് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ, എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാണ് നബിയേ. എപ്പോഴാണ് വരുന്നതെന്നറിയില്ല, ശരീരം മുഴുവനും വല്ലാത്ത വേദനയാണ്, വായിലൂടെ പതയും നൊരയും വരുന്ന രോഗമാണ് അപസ്മാരമെന്ന് പറയുന്ന രോഗം. വല്ലാത്ത വേദനയാ, സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു സാലിഹത്തായ പെണ്ണ് വന്ന് പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പെണ്ണേ, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. പക്ഷേ നീ ക്ഷമിച്ചു കഴിഞ്ഞാ അല്ലാഹു നിനക്ക് സ്വർഗം തരും പെണ്ണേ. നബിതങ്ങൾ പറയുകയാണ്, ദുആ ചെയ്താ രോഗം മാറും, നീ ക്ഷമിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരും. എന്ത് വേണം പെണ്ണ്? ആ പെണ്ണ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിതങ്ങള് ദുആ ചെയ്യണ്ട നബിയേ, എനിക്ക് സ്വർഗം മതി നബിയേ, എന്റെ രോഗം മാറണ്ട നബിയേ. നബിതങ്ങളോട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, ഒരു തലവേദന വന്നാ, ഒരു പനി വന്നാ, ഒരു ശരീരവേദന വന്നാ, കുറ്റം പറയുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ തീരുമാനമല്ലേ, പടച്ചറപ്പിന്റെ തീരുമാനമല്ലേ, ആ തീരുമാനത്തിനെ തട്ടിമാറ്റാൻ ആർക്കും കഴിയില്ലല്ലോ. അതുകൊണ്ട് കുറ്റം പറയല്ലേ, അത് നിനക്ക് റബ്ബ് സ്നേഹമുള്ളത് കൊണ്ട് തന്നതാണ്, നിനക്ക് സ്വർഗം തരാൻ തന്നതാണ്, അത് മനസ്സിലാക്കാൻ കഴിയണം സഹോദരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പടന്ന് പറയുകയാ, ഖുർആനിൽ അല്ലാഹു വാഴ്ത്തി പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? അല്ലാഹു പരീക്ഷണം കൊടുത്താ ശമിക്കുന്നവരാ. അവരെപ്പോഴും പറയും അൽഹംദുലില്ലാഹ്, പടച്ചവനെ രോഗമാണെങ്കിലും അൽഹംദുലില്ലാഹ്, സാമ്പത്തിക നഷ്ടമാണെങ്കിലും അൽഹംദുലില്ലാഹ്, മരണമാണെങ്കിലും അൽഹംദുലില്ലാഹ്, ഏത് പ്രയാസമാണെങ്കിലും അവർ അല്ലാഹുവിനെ സ്തുതിക്കുന്നവരാ. പടച്ചവനെ, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. പടച്ചവനെ, ഏത് രോഗത്തെയും തട്ടിമാറ്റാൻ ഈ സദഖയ്ക്ക് കഴിയും സഹോദരാ. സംഘാടകർ ബക്കറ്റുമായി മുമ്പിലേക്ക് കടന്നു വരികയാ. കൈകെട്ടിയിരിക്കല്ലേ, കണ്ടില്ലെന്ന് നടിക്കല്ലേ, നിന്റെ പണം അല്ലാഹുവിന് വേണ്ട, നീ കൊടുക്കുന്നത് കൊണ്ട് പ്രയോജനം നിനക്കേ ഉള്ളൂ. അപകടങ്ങളെ തട്ടിമാറ്റാൻ കഴിയുമല്ലോ, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റാൻ കഴിയുമല്ലോ, ഏത് പരീക്ഷണത്തെയും തട്ടിമാറ്റാൻ കഴിയുമല്ലോ, വരാനിരിക്കുന്ന അപകടങ്ങളെ തട്ടിമാറ്റുമല്ലോ. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ് നബിതങ്ങൾ പറയുകയാ. അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊണ്ട് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു. അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്ന അവര് സദക്ക കൊണ്ട് ചികിത്സിക്കും. അള്ളാഹു നമ്മുടെ രോഗങ്ങളെ ചികിത്സിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റി. ഇന്നലെ മംഗലാപുരത്താണ് വയല്. വെളുപ്പാങ്കാലത്ത് 4 മണിയായപ്പോ ഞാൻ മംഗലാപുരത്ത് വന്നപ്പോ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഞാനൊരു മരണം കണ്ടിട്ട് വരികയാണ്. ഒരു ഉസ്താദിന്റെ 3.5 വയസ്സുള്ള കുട്ടി അടുക്കളയിൽ ഇതിന്റെ മുകളിൽ ഇരിക്കുകയാണ്. അടുക്കളയിൽ വെച്ച് ആ പാത്രമൊക്കെ കഴുകുന്നതിന്റെ മുകളിൽ, ആ സ്ലാബിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. 3.5 വയസ്സ്. പെട്ടെന്ന് താഴെ വീണു, തല പോയി തറയിലടിച്ചു. ഇന്നലെ രാത്രി 2 മണിയായപ്പോൾ ആ കുഞ്ഞു മരണപ്പെട്ടു പോയി. ആ ഉസ്താദ് വിളിച്ചപ്പോൾ വല്ലാത്ത സങ്കടം. എന്തു പറഞ്ഞാൽ സമാധാനിപ്പിക്കുക?
അള്ളാഹു ഉസ്താദിന് ക്ഷമ നൽകുമാറാകട്ടെ. അവിടുത്തെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകുമാറാകട്ടെ. അള്ളാഹു കണ്ണീരിന് പകരം അള്ളാഹു സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ സദക്ക കൊണ്ട് വിപത്തുകൾ മാറും, ദുരിതങ്ങൾ മാറും, നിന്റെ പ്രയാസങ്ങൾ മാറും. എല്ലാവർക്കും അറിയാം ഇത്. ഇപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞു, ആരെങ്കിലും പൈസ കൊടുത്തോ മസിൽ പിടിച്ചിരിക്കുകയാ, നിങ്ങൾ ചിന്തിക്കുന്ന വയത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ ഒരു അപകടം പറ്റി. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാക്കുമാറാകട്ടെ. നേരെ ബാത്റൂമിൽ ചെന്ന് വീട്ടിൽ ചെന്ന് ഭക്ഷണമെല്ലാം കഴിച്ചു താമസിച്ചു ഉറങ്ങണം. ചാടി ബാത്റൂമിനകത്ത് കയറി തെറ്റിയടിച്ച് താഴെ വീണു, തല പോയി ഭിത്തിയിലടിച്ചു. പിന്നെ മക്കളെല്ലാം കൂടെ പൊക്കിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണൂരോ അല്ലെങ്കിൽ വടകരയോ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു, ഐസു തുറന്നിട്ടിട്ട് പറഞ്ഞു AC-ക്കകത്ത് കയറ്റി കിടത്തിക്കൊള്ളാം, നേരെ അകത്തോട്ട് കയറ്റിക്കൊള്ളാൻ പറഞ്ഞു. നേരെ കൊണ്ടുപോയി ഐസുവിനകത്തേക്ക് കയറ്റി. ഡോക്ടർ പുറത്ത് വന്നിട്ട് പറഞ്ഞു, ഇത്തിരി സീരിയസ് ആ, ബ്ലഡൊക്കെ ക്ലോട്ട് ആയിട്ടുണ്ട്, സർജറി വേണം, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാം, പുറത്തു നിന്നോ. പടച്ചവനെ, ഉമ്മ മോനെ വിളിച്ചിട്ട് പറയുന്ന, മോനെ ഒരു 2000 രൂപ എടുത്തുകൊണ്ട് ഉസ്താദിനെ ഒന്ന് കാണാൻ പോണം. നാളെ രാവിലെ ഉസ്താദ് റൂമിന്റെ വാതിൽ തുറക്കുമ്പോ നിന്റെ മോൻ ഇങ്ങനെ പള്ളിയുടെ മുമ്പിൽ ഉസ്താദിന്റെ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഉസ്താദ് എന്തിക്ക്, എന്തേ അല്ല ഇവനെ ഇന്ന് വരെ കണ്ടിട്ടില്ല, ഇവന്റെ രാവിലെ വന്ന് നിൽക്കണം. എന്തേടാ മോനെ? ഉസ്താദെ, വാപ്പ ഇന്നലെ രാത്രി ബാത്റൂമിനകത്ത് വീണിട്ട് ഇത്തിരി സീരിയസ് ആയിട്ട് ഐസിയുവിനകത്ത് കിടക്കുകയാ. ഉമ്മ പറഞ്ഞു വിട്ടതാ, 2000 രൂപ ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയൂ, ഒന്ന് ദുആ ചെയ്യണേ ഉസ്താദെ. അപ്പൊ നിനക്കറിയാ സദക്ക കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. അപ്പൊ അറിയാഞ്ഞിട്ടല്ല, സദക്ക കൊടുത്തിട്ട് ദുആ ചെയ്താൽ രക്ഷപ്പെടുമെന്ന് നിനക്കറിയാം. അറിയാഞ്ഞിട്ടൊന്നുമല്ലല്ലോ, പിന്നെന്തിനാ ഈ ബക്കറ്റ് വന്നപ്പോ കണ്ണടച്ചിരുന്നു? ഇപ്പം കൊടുത്തിരുന്നെങ്കിൽ വീഴാതെ തന്നെ രക്ഷപ്പെടാമായിരുന്നല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതാ ചിന്തിക്കേണ്ടത്. അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ തരുമ്പോ നിലവിളി, സങ്കടം, ആരും സന്തോഷത്തോടെ നടന്നപ്പോല്ലേ? സന്തോഷത്തോടെ നടന്നപ്പോ അള്ളാഹിനെ നോക്കാനൊന്നും വയ്യായിരുന്നല്ലോ. ഇവിടെ എല്ലാവരും രോഗത്തിന്റെയും പ്രയാസത്തിന്റെയും കഥ പറയുന്നവരാ. നിങ്ങൾക്കറിയുമോ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വായിച്ചു നോക്കണം. രോഗികൾ, രോഗം പിടിച്ച് കിടക്കുന്ന വീട്ടുകാര്, ഭാര്യയും ഭർത്താവും. ഭർത്താവിന് രോഗമുണ്ടെങ്കിൽ, ഭാര്യയ്ക്ക് രോഗമുണ്ടെങ്കിൽ, വീട്ടിൽ രോഗം പിടിച്ച് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അയ്യൂബ് നബിയുടെ ചരിത്രം വായിച്ചു നോക്കണം. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വായിച്ചു നോക്കണം. ഭാര്യയും ഭർത്താവും. അള്ളാഹു നമുക്ക് വായിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അയ്യൂബ് നബിയുടെ ചരിത്രം വായിക്കാൻ കിട്ടും. ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകും. 18 കൊല്ലം രോഗം പിടിച്ച് നടന്ന പ്രവാചകനാണ്. ശരീരം മുഴുവനും പഴുത്ത് മാംസങ്ങൾ ഇങ്ങനെ വീഴും, പൊട്ടി ഒലിക്കും, ദുർഗന്ധമടിക്കും. അയ്യൂബ് നബിക്ക് നടക്കാൻ കഴിയാതെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചുമന്നുകൊണ്ടാണ് നടക്കണം. കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നത് പോലെ ചുമന്നുകൊണ്ട് നടക്കും. കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ തന്റെ ഭാര്യ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കും. അവസാനം തന്റെ ഭർത്താവിന്റെ അവസ്ഥ കണ്ട് സങ്കടം തോന്നിയിട്ട് ഭാര്യ അടുത്തുപോയിരുന്നു പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനല്ലേ, നിങ്ങൾ ദുആ ചെയ്ത അല്ലാഹു സ്വീകരിക്കുമല്ലോ, ഈ രോഗം മാറാനൊന്ന് ദുആ ചെയ്യാൻ. അപ്പൊ അല്ലാഹുവേ, അയ്യൂബ് നബി തന്റെ ഭാര്യയോട് പറഞ്ഞത്, നിനക്ക് നോക്കി മടുത്തെങ്കിൽ നീ പൊക്കോ, ഞാൻ അല്ലാഹുവിനോട് പറയില്ല, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യില്ല, എന്റെ രോഗം മാറാൻ ഞാൻ അല്ലാഹുവിനോട് പരാതി പറയില്ല, നിനക്കും അടുത്തെങ്കിൽ നീ പോകാൻ. പറയാൻ വളരെ എളുപ്പ സഹോദര. കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീട്ടിൽ ചെന്നു. കഴിഞ്ഞ ആഴ്ച ഒരു വീട്ടിൽ ചെന്നപ്പോ ഒരു വാപ്പ കിടന്ന കിടപ്പിൽ തന്നെ അദ്ദേഹത്തിന് സ്റ്റോക്ക് വന്നിട്ട് കിടക്കുകയാ. ആ സഹോദരൻ അവസാനം ആ ഉപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ മരിക്കാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ചോദിച്ചപ്പോ പറഞ്ഞു, ഭാര്യയുടെയും മക്കളുടെയും കുത്തുവാക്കും പരിഹാസവും കേട്ടും മടുത്തു ഉസ്താദേ. ഞാനിപ്പോ എല്ലാവർക്കും അധികപ്പറ്റ, ഞാൻ എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും ഞാൻ അധികപ്പറ്റ, അവർക്ക് എങ്ങും പോകാൻ പറ്റുന്നില്ല, ഞാൻ അവർക്കൊരു ബാധ്യതയായി, സഹിക്കാൻ പറ്റുന്നില്ല ഉസ്താദേ, ഞാനൊന്ന് മരിക്കാൻ ദുആ ചെയ്യും. ഞാൻ പറഞ്ഞു, ഉപ്പ, നിങ്ങൾക്ക് സ്വർഗം കിട്ടും, നിങ്ങൾ എന്തിനാ പേടിക്കണേ? നിങ്ങൾക്ക് അള്ളാഹു സ്വർഗം തരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവേ, കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തുന്ന ഒരു ഗതി ഞങ്ങൾക്ക് നീ വരുത്തല്ല റഹ്മാനെ. അള്ളാഹുവേ, ഭാര്യയും മക്കളും വീട്ടുകാരും ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ നീ ഞങ്ങൾ ആരെയും എത്തിക്കല്ല അള്ളാഹുവേ. പടച്ചവനെ, നീ ഞങ്ങൾക്ക് എന്തെങ്കിലും പരീക്ഷണം തന്ന ക്ഷമിക്കാനുള്ള മനസ്സുകൂടെ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സന്തോഷ വാർത്ത പറഞ്ഞ 2ാമത്തെ വിഭാഗം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പരീക്ഷണം കൊടുത്ത ക്ഷമിക്കുന്നവരാ. അള്ളാഹു ക്ഷമിക്കാനുള്ള മനസ്സ് നൽകുമാറാകട്ടെ. അള്ളാഹു ക്ഷമിക്കാനുള്ള മനസ്സ് നൽകുമാറാകട്ടെ. പറയാനൊക്കെ എളുപ്പമാണ്, ക്ഷമിക്കാൻ പറ്റുമോ? ഈ സദസ്സിൽ പ്രയാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും പ്രയാസമുണ്ട്.
പക്ഷെ നിങ്ങളുടെ മനസ്സിനകത്ത് ധൈര്യം വേണമെങ്കിൽ ഒരു ഹദീസ് പഠിച്ചാൽ മതി. ഞാനൊരു ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഹദീസ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എഴുതി വെച്ചാൽ നിനക്ക് ഏത് പ്രയാസം വന്നാലും നിനക്ക് സങ്കടം വരില്ല, കുറ്റം പറയൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു ഹദീസ് പറഞ്ഞു തരട്ടെ, ഒരു ഹദീസ് പറഞ്ഞു തരട്ടെ. ലക്ഷങ്ങളുടെ കടം വന്നാലും നിനക്ക് സങ്കടം വരില്ല, ക്യാൻസർ വന്നാലും നിനക്ക് സങ്കടം വരില്ല, മരണം സംഭവിച്ചാലും നിനക്ക് സങ്കടം വരില്ല. നിനക്ക് എന്തു പ്രശ്നം വന്നാലും നീ ആരോടും പറഞ്ഞുകൊണ്ട് നടക്കൂല. നിന്റെ മനസ്സിൽ നിനക്കൊരു ധൈര്യം കിട്ടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ, പറഞ്ഞു തരട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേറ്റ്. എന്നിട്ട് അവരവരിയ്ക്കുന്ന കസേര എടുത്തുകൊണ്ട് ഫ്രണ്ടിലോട്ട് വന്നു. ഞാൻ പറഞ്ഞുതരാം. വാ, പൊടിയിളക്കരുത്, പൊടിയിളക്കരുത്. നിങ്ങൾ ഇരിക്കണ കസേര എടുത്തോണ്ട് ഫ്രണ്ടിൽ വാ. എനിക്ക് കൊറോണ ഒന്നുമില്ല. വാ, പെട്ടെന്ന് വാ. മൈക്ക് സെറ്റുകാരൻ എന്തേപ്പാ? വാ വാ വാ, വന്നോ. അടുത്തേക്ക് വാ, നിങ്ങളൊക്കെ കാണാനാ. വാ, എല്ലാരും വാ. പുറത്തിക്കണവരൊക്കെ നിന്നോ. ഇപ്പൊ ഇറങ്ങും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നാ പിടിച്ചോ, അത്തമരൊക്കെ ഇരുന്നോ. വാ, എല്ലാരും. മൈക്ക് സെറ്റുകാരെന്തേ? ഒന്നാമത് എനിക്കിത്തിരി നീളം കൂടുതലും ഈ സ്റ്റാൻഡിന് ഇത്തിരി നീളം കുറവാണ്. എനിക്കിത്തിരി നീളം കൂടുതലും സ്റ്റാൻഡിന് ഇത്തിരി നീളം കുറവും. അതുകൊണ്ട് എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ട്. ഞാൻ ഇരുന്നോട്ടെ, ഇരുന്നോട്ടെ. ആ ബാ, എല്ലാരും ബാ, നിന്നോട്ടോ. എല്ലാം അവിടെ നിന്നോ. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത് മാറ്റ്. ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു. അള്ളാഹു നമുക്ക് ഈമാനുള്ള മരണം നൽകുമാറാകട്ടെ. നമ്മളൊക്കെ മരിക്കൂലേ? മരിക്കൂലേ? മരിക്കോ ഇല്ലേ? ഇന്നെന്തിനാ ഇൻഷാ അല്ലാഹ് പറഞ്ഞേ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ സംശയം ഉണ്ടെന്നല്ലേ അല്ലേ? അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. ഈ റോഡിൽ നിൽക്കുന്ന ചങ്ങാതിമാരോട് ഞാൻ പറഞ്ഞു ഇറങ്ങിയിരിക്കാം. ഇല്ല ഉസ്താദ്, ഞാൻ ഇറങ്ങൂല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഇറങ്ങൂല. ഞാൻ നാളെ ഇറങ്ങാൻ വേണ്ടി ഇരിക്കാം. നാളെ നീയൊക്കെ ഉണ്ടാകുമെന്ന് ആര് കണ്ട്? അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എടാ, നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും ചിലർക്ക് തിരിയത്തില്ല. കാരണം എന്തറിയോ? ഓ, ഞാൻ ഇപ്പോഴൊന്നും മരിക്കത്തൊന്നുമില്ല, ക്യാൻസറും ഇല്ല, ട്യൂമറും ഇല്ല, എനിക്കൊരു മാരക രോഗമില്ല, പിന്നെ ഞാൻ എന്തിനാ മരിക്കപ്പെട്ടെന്നില്ല. എല്ലാരും ഇതാ പറയണത്. എത്ര നല്ല അവസരം കിട്ടിയാലും ഇരിക്കൂല. നിന്നോ, നിങ്ങളൊക്കെ അവിടെ നിന്നോ. അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാവർക്കും നല്ല മരണം തരുമാറാകട്ടെ. മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? ഉണ്ടോ? മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആരാ പറഞ്ഞില്ലെന്ന്? മരണത്തിന് അടയാളമില്ലെന്ന് ആരാ പറഞ്ഞ? ഞാൻ പറഞ്ഞു തരാം അടയാളം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മരണത്തിന്റെ അടയാളം പറഞ്ഞു തരട്ടെ. മരണത്തിന്റെ അടയാളം പറഞ്ഞു തരട്ടെ. വേണോ? വേണം. വേണ്ട. ആ, നിനക്ക് വേണം. ഇരിട അവിടെ. മരണത്തിന്റെ അടയാളം ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. അടയാളം വന്നാ കഫൻ തുണി വാങ്ങുമോ? കഫൻ തുണി വാങ്ങുമോ? പറ, വാങ്ങുമോ? ഫ്രീ ആയിട്ട് കിട്ടുമോ പള്ളിയിൽ? പൈസ കൊടുക്കണല്ലേ? ഞാൻ മരണത്തിന്റെ അടയാളം പറഞ്ഞു തരാം. കഫൻ തുണി വാങ്ങേണ്ടവര് വാങ്ങിച്ചോ, കബറ് കുഴിക്കേണ്ടവര് കുഴിച്ചിട്ടോ കേട്ടോ. പെണ്ണുങ്ങളാ ഞാൻ പറയാം. മരണത്തിന്റെ അടയാളം ഞാൻ പറഞ്ഞു തരാം. ഉള്ള സ്വർണ്ണമൊക്കെ ഊരി ഇന്ന് തന്നിട്ട് പൊക്കോ. ഇനിയൊന്നും കഫൻ തുണി ഒന്നും ഇനി പോയിട്ട് ഫർദയും സാരിയൊന്നും വേണ്ട. കഫൻ തുണി വാങ്ങിച്ചോ. നീയൊക്കെ കടം വീട്ടാനുള്ളവരൊക്കെ വീട്ടിൽ കൊള്ളണം. പൊരുത്തം ചോദിക്കാനുള്ളവരൊക്കെ ചോദിച്ചോണം. പറയാനുള്ളവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് റെഡി ആയിക്കോണം. ജാവോ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. പുറത്തിക്കണ കാക്കാമാരൊക്കെ കേട്ടോ, അടയാളം പറയാൻ പോണേ. നിന്റെ മരണത്തിന്റെ അടയാളം ഇന്നത്തോടെ തീരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറഞ്ഞരട്ടെ, അറ്റാക്ക് ഒന്നും വരത്തില്ലല്ലോ. നിങ്ങളും ഉണ്ടായില്ല ചങ്ങായിമാരെ. ഒരു കസേര അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മരണത്തിന്റെ അടയാളമാണ് ഞാൻ പറയണത്, അല്ലാതെ വേറൊന്നിന്റെ അടയാളമല്ല. ഈ ചിരിയൊക്കെ മാറും. ഇനി കൊലച്ചിരിയാവും. എപ്പോഴും ഈ പറഞ്ഞു കഴിയുമ്പോഴും ഈ ചിരി നിങ്ങളുടെയൊക്കെ മുഖത്തുണ്ടാകണം കേട്ടോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നേരെ ഇരുന്നോ. ചില പറ്റാക്ക് വന്നാലോ. നേരെ ഇരിയല്ലേ.
പുറത്ത് നിൽക്കുന്നവൻ കേട്ടോ, വയലിന്റെ മജ്‌ലിസിൽ വന്നിട്ട് അകത്ത് കയറാതെ സ്വർഗത്തിന് പുറത്തേക്കണ ചങ്ങാതിയും കേട്ടോ, നിനക്ക് പോകാൻ സമയമായോ ഇല്ലെന്ന് ഇപ്പൊ അറിയാം. ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിക്കോ. മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം, നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിലെയോ താടിയിലെയോ ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആരുടെയെങ്കിലും താടിയിലെയോ തലയിലെ മുടി, താടിയിലെ രോമം, ഇതിലെ ഏതെങ്കിലും ഒരു രോമത്തിന്റെ ഇടയിൽ ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ നീ കഫൻ തുണി വാങ്ങിച്ചോ, നിന്റെ സമയം അടുത്തു. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഒന്നാമത്തെ അടയാളം എന്താ? മുടി നരയ്ക്കുക. നരച്ചോ. നീ വീട്ടിൽ പോയിട്ട് കറുത്തത് വല്ലതും ഉണ്ടോ നോക്ക്, വെളുത്തതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരുടെയെങ്കിലും തലയിലോ പെണ്ണെ ഒരു രോമം നരച്ചിട്ടുണ്ടോ? ഇനി മേലാ നീ പറയരുത് എന്റെ മരണം അടയാളമില്ലായിരുന്നു. നീ ഒരിക്കലും ഇനി പറയരുത് ഒരു രോമമെങ്കിലും നരച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടോ. നിന്റെ ഒടുക്കത്തെ സമയം അടുത്ത് റെഡിയായിക്കോ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. നീ അത് പിഴുത് കളഞ്ഞാലും വടിച്ചു കളഞ്ഞാലും പെയിന്റ് അടിച്ചാലും മൈലാഞ്ചി ഇട്ടാലും അടയാളം തന്നെയാണ്. ഞാൻ പുറകിലോട്ട് തിരിയണില്ല, ഏകദേശം തീരുമാനമായിരിക്കുന്നുണ്ടേ. എന്നിട്ട് നോക്കിയാൽ അങ്ങോട്ട് നോക്കിയാൽ ഏകദേശത്തിന്റെ കാര്യത്തിൽ തീരുമാനം. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഇത് ഞാൻ പറഞ്ഞതല്ല, സിറാജ് പത്തനാപുരം പറഞ്ഞതല്ല. മദീനത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയ്ക്കകത്തൊരു സഹാബി കിടക്കുന്നുണ്ട്, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. ഈ ഉമർ തങ്ങളാ പറഞ്ഞേ, സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ഒരാളെ ജോലിക്ക് നിർത്തി. എന്താ ജോലി എന്നറിയോ? ഉമറേ നീ മരിക്കും എന്ന് പറയല ജോലി. ഒരാളെ ജോലിക്ക് നിർത്തിയിരിക്കുക, അയാൾ എപ്പോഴും ഉമർ തങ്ങളുടെ മുമ്പിൽ പോയിട്ട് പറയും, ഉമറെ നീ മരിച്ചു പോകും കേട്ടോ. ഇങ്ങനെ മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ഒരാളെ തന്നെ ജോലിക്ക് നിർത്തി. ഒരു ദിവസം ഉമർ തങ്ങൾ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, സഹാബി വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ പിരിച്ചു വിട്ടിരിക്കണം, പൊക്കോ, ശമ്പളമൊക്കെ കൊടുത്ത് പൊക്കോളാൻ പറഞ്ഞു. ഇനി വേണ്ട. ആ സഹാബി ചോദിച്ചു, എന്തിനാ എന്നെ പിരിച്ചുവിട്ടെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഉമർ തങ്ങൾ പറഞ്ഞു, ഇനി മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട, അടയാളം വന്നു. ഇനി മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട, അടയാളം വന്നു. എന്റെ താടിയിലെ ഒരു രോമം നരച്ചു. ഇനി ഞാൻ മരിക്കുമെന്ന് ഈ രോമം എനിക്ക് പറഞ്ഞു തരുമെന്ന് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഏകദേശം എണ്ണത്തിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ? ഏകദേശം എണ്ണത്തിന്റെ കാര്യത്തിൽ ഹാപ്പി ആയില്ലേ പെണ്ണുങ്ങളെ? എല്ലാവരും ഹാപ്പി ആയില്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. ഇനി രണ്ടെണ്ണം കൂടെ വേണോ? എന്തിനാ വെറുതെ ഇല്ലേ? ഇനി പുറത്തു നിന്നോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ, ജീവിതത്തിൽ ഏത് പ്രയാസമുണ്ടായാലും സങ്കടപ്പെടരുത്. സങ്കടവെക്കപ്പെടുമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിന് ധൈര്യം കിട്ടാനുള്ള ഒരു വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇല്ലാ യളമൽ ജസാഉ മാ യളമൽ ബലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് ഞാൻ പറയുന്നു, ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടോ? പറയടോ കാക്കാമാരെ, ഉണ്ടോ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടോ? ഉണ്ട്. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ആർക്കെങ്കിലും അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി കൊള്ളുക, നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു. അങ്ങനെ മനസ്സിലാക്കണ്ടേ? നിനക്ക് എന്തെങ്കിലും ഒരു പ്രയാസമോ ദുഃഖമോ നിനക്ക് അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം, നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. ആ പോകുന്നതിന്റെ അടയാളമാണ് ഈ ദുഃഖം. എങ്ങനെ? നിനക്ക് അല്ലാഹു ഈ ദുഃഖം തന്നിരിക്കുന്നത് എന്തിനാ? ഒരു സന്തോഷം തരാനാ. അപ്പൊ സന്തോഷം വരുന്നതിന്റെ മുമ്പ് അല്ലാഹു നിനക്കൊരു അടയാളം തന്നിരിക്കുകയാ. അതുകൊണ്ട് ഈ ദുഃഖം ഒരു സന്തോഷത്തിലേക്കുള്ള തുടക്കമാണ്. നീ അത് ചിന്തിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ എന്താണ് മനസ്സിലാക്കേണ്ടത്? നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടന്ന വരുന്ന സന്തോഷത്തിന്റെ പവർ കുറയും. അപ്പൊ നിനക്കെന്തോ അല്ലാഹു നല്ലത് തരാൻ പോകുന്നു. ആ നല്ലത് തരാൻ പോകുന്നതിന്റെ അടയാളമാ രോഗം, കടം, സാമ്പത്തിക നഷ്ടം, പട്ടിണി, ദുരിതം, മരണം. ഇതൊക്കെ നിനക്ക് അല്ലാഹു തന്നിരിക്കുന്ന ഒരു പരീക്ഷണം. ക്ഷമിക്ക്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിലേക്ക് മടങ്ങ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കമുണ്ട്, ഒരു ഇറക്കം കഴിഞ്ഞാൽ ഒരു കയറ്റവുമുണ്ട്. ഓർത്തു വെച്ചോ.
രണ്ടുമുണ്ട്. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ട്, ഒരു ഇറക്കം കഴിഞ്ഞാൽ ഒരു കയറ്റവുമുണ്ട്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നവരുണ്ടല്ലോ, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നവരുണ്ടല്ലോ. ഓർത്തു വെച്ചോ, ഒരു ദുഃഖം വരാൻ പോകുന്നു നിനക്ക്. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷവുമുണ്ട്, ഒരു സന്തോഷത്തിന്റെ പുറകിൽ ഒരു ദുഃഖവുമുണ്ട്. അതുകൊണ്ടാ പറഞ്ഞേ, സന്തോഷത്തിന്റെ വേളയിലും ദുഃഖത്തിന്റെ വേളയിലും അല്ലാഹനെ ഓർക്കാൻ. ദുഃഖത്തിന്റെ സമയത്തും അൽഹംദുലില്ലാഹ്, സന്തോഷത്തിന്റെ സമയത്തും അൽഹംദുലില്ലാഹ്. നീ സന്തോഷത്തിന്റെ സമയത്തിൽ അല്ലാഹനെ വേണ്ട, ദുഃഖത്തിന്റെ സമയത്തിൽ അല്ലാഹനെ വേണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ക്ഷമിക്കടോ, ക്ഷമിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പടച്ചോനെ 11:30 ആയോ അല്ലാഹ്? ഞാൻ സമയം പോകുന്ന അറിയണമില്ലല്ലോ. 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞല്ലേ ഉസ്താദ്? അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് വണ്ടി ഓടുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ട്. 4 എണ്ണം ആയിരുന്നു, 3 എണ്ണം പറഞ്ഞാൽ സുന്നത്തല്ലേ. ഇരിക്കുമെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ നിർത്തിയേക്കാം. ഇത് വേണം, നിർത്തണോ പറയണോ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വളയും മോതിരമൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം കേട്ടോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 3-ാമത്തെ കാര്യം, അല്ലാഹു സ്വർഗ്ഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഴ്ത്തി പറഞ്ഞ 3-ാമത്തെ വിഭാഗം, ആ മനുഷ്യനുള്ള 3-ാമത്തെ ഗുണം, അവൻ 5 നേരം അല്ലാഹുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ പോയി നിസ്കരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ മനുഷ്യൻ ഉണ്ടാകുന്ന 3-ാമത്തെ ഗുണം എന്താ? അവൻ എന്ത് ചെയ്യും? ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അവൻ നിസ്കരിക്കും. നിസ്കാരം 5 വഖത്ത് നിസ്കാരം അവൻ നിലനിർത്തും. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളൊക്കെ നിസ്കരിക്കുവോ? നിസ്കരിക്കുവോ? എല്ലാവരും നിസ്കരിക്കും. നിസ്കരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഈ ആണുങ്ങളും പെണ്ണുങ്ങളും മുഴുവനും 5 നേരം നിസ്കരിക്കുന്നവരാ. അല്ലാഹു നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കുവോ? നിസ്കരിക്കുകയൊക്കെ ചെയ്യും. സമയത്ത് നിസ്കരിക്കുവോ? അതില്ല. സമയത്ത് നിസ്കരിക്കോ? അതില്ല. നിസ്കരിക്കും. സമയമെല്ലാം, എല്ലാ ജോലിയെല്ലാം കഴിഞ്ഞ് സമയം കിട്ടുമ്പോ പോയി നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ പള്ളിയിൽ നിന്ന് ളുഹറിന് 12:30 മുഅദ്ദിൻ കടന്നിട്ട് വിളിക്കും, ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ. ആമിനത്തെ മീൻ വെട്ടിക്കൊണ്ട് നിൽക്കുക. പച്ചക്കറി അരിയണം, തോരൻ വെക്കണം, കറി വെക്കണം, ചോറ് വെക്കണം, പാത്രം കഴുകണം, വീട് തൂക്കണം, കുളിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 2:30, 2:45, 3 മണിയാകുമ്പോൾ ഒരു പോക്കുണ്ട്, ളുഹർ നിസ്കരിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 3 മണിക്ക് ഏത് ളുഹർ? 3 മണിക്ക് ഏത് ളുഹർ? പിന്നെ എന്തിനാ മോളെ? ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. എന്തിനാ പെങ്ങളെ അല്ലാഹ് സമയം നിശ്ചയിച്ചിരിക്കണം? നിനക്ക് തോന്നുന്ന സമയത്തല്ലടി നിസ്കരിക്കേണ്ടത്, അല്ലാഹ് പറയുന്ന സമയത്ത് നിസ്കരിക്കണം. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. നിനക്ക് അല്ലാഹ് നരകം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വൈല്. വൈലെന്ന് പറയുന്ന നരകം നിസ്കരിക്കാത്തവനല്ല, നിസ്കരിക്കുന്നവർക്ക്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. സമയത്ത് നിസ്കരിക്കണം. നീ ചോദിക്കുന്നത് എന്താ? മീൻ വെട്ടിയ കുളി നിർബന്ധമാകുന്ന ഏത് കിതാബിലാ പഠിച്ചിരിക്കുന്നത്? മീൻ വെട്ടിക്കഴിഞ്ഞാൽ കുളി നിർബന്ധമാകോ? ആകോ? അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ കരി പറ്റിയ കയ്യും കാലും കഴുകിയിട്ട് പോയി നിസ്കരിക്കണം. കയ്യും കാലും കഴുകിയിട്ട് നീ പോയി നിസ്കരിക്കണം. നീ എന്ത് ചെയ്യും? എല്ലാം കഴിഞ്ഞിട്ടൊരു പോക്ക് പോ. നിനക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് വൈലെന്ന് പറയുന്ന നരകം. വൈലെന്ന നരകം എന്താന്ന് ഉസ്താദന്മാരുടെ ചോദിച്ചാൽ പറഞ്ഞു തരും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇതാണ് നമ്മുടെ നിസ്കാരം. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണോടാ മക്കളെ? എന്ത് ചെയ്യണോടാ? അടിക്കണം. ഇനി നിങ്ങൾ മിണ്ടരുതട്ടാ. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈവക്കിക്ക്. ആരെങ്കിലും ഒന്ന് മക്കളോ? നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു ഉമ്മ ഉണ്ടെങ്കിൽ കൈവക്ക്. കള്ളം പറയരുത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ കൈവക്കാത്തവരുടെ ഒക്കെ മക്കൾ 5 നേരം ജമാഅത്തായി നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കൊന്നുമല്ല. ഞാൻ നിങ്ങളെ പോലെ മനുഷ്യനാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇതാണ് നമ്മുടെ അവസ്ഥ. മൊബൈൽ തന്നില്ലെങ്കിൽ തല്ലും, ട്യൂഷന് പോയില്ലെങ്കിൽ തല്ല്, അല്ലാഹ് അടി.
എങ്ങനെ തല്ലാനാ? മക്കളെ എങ്ങാനും തല്ലാൻ പോയാ അവന്മാര് പറയാ ആദ്യം വാപ്പ മോനെ പള്ളി പോടാ, വാപ്പ ഒന്ന് പോ, വാപ്പ ആദ്യം പള്ളിയിൽ, ആദ്യം വാപ്പച്ചി ഒന്ന് പോ പള്ളിയിൽ, പിന്നെ ഞാൻ പോകാം. ഇതാ ഇന്നത്തെ അവസ്ഥ. മക്കളെ ഉപദേശിക്കാനും അടിക്കാനൊന്നും മാതാപിതാക്കൾക്കൊന്നും ഇപ്പൊ പറ്റത്തില്ല. കാരണം എന്തേ? ആദ്യം നിങ്ങളൊന്ന് നന്നാകും. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. നിസ്കരിക്കാൻ മടിയ, അത് ഉസ്താദന്മാരുടെ ജോലിയല്ലേ. എടാ ബാങ്ക് വിളിക്കുന്നടാ. ഇന്നത്തെ ചെറുപ്പക്കാരോട് പറയാം, മോനെ ബാങ്ക് വിളിക്കുന്നടാ. മുഅദ്ദിന് ശമ്പളം കൊടുത്തു തീർത്തിയിരിക്കുന്നത് ബാങ്ക് വിളിക്കാനല്ലേ. അയാളെ ജോലി ചെയ്യുന്നു. കുട്ടികൾ പറയണതേ, മുഅദ്ദിൻ അദ്ദേഹത്തിന് ശമ്പളം കൊടുത്തു തീർത്തിരിക്കുക, ബാങ്ക് വിളിക്കുക, അയാളെ ജോലി ചെയ്യുന്നു. എടാ നിസ്കരിക്കുന്നു, അത് ഇമാമിന്റെ ജോലി, അയാൾ നിസ്കരിക്കുന്നു. പിന്നെ കുറെ പ്രായമുള്ള CC അടഞ്ഞ് തീരാതായവരൊക്കെ പോകുന്നുണ്ട്. നമ്മളിപ്പോ അതിനുള്ളതല്ലല്ലോ. നമുക്കൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് വെള്ളിയാഴ്ച ഓടണം, തിരിച്ചിറങ്ങണം, ഇത്രയേ ഉള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിക്കാൻ നമുക്ക് വല്ലാത്ത മടിയാണോ, അലസതയാ? എന്തേ സഹോദര, എടാ നിന്റെ വീടിന്റെ മുറ്റത്ത് വരുന്ന ഒരു നായിക്ക് നീ തിന്നാൻ ഇത്തിരി ഭക്ഷണം കൊടുക്ക, കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുക്ക്. നിന്നെ എത്ര ജനങ്ങളുടെ ഇടയിൽ വെച്ച് കണ്ടാലും അത് നന്ദി കാണിക്കും. അത് നന്ദിയുള്ള മൃഗമാണ് നായി. നമുക്ക് അല്ലാഹു എന്തെല്ലാം നിഅമത്തുകൾ ചെയ്യുന്നു. നിനക്ക് സമ്പത്തും നിനക്ക് വീടും നിനക്ക് ആരോഗ്യവും ഭാര്യയും മക്കളും കണ്ണും കാലും സർവ്വതും നിനക്ക് തന്നു. നന്ദിയുണ്ടോ? ഒരു നന്ദിയില്ല. നടന്നോ? അള്ളാഹു കാണിച്ചു തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കരിക്ക്. മുസ്ലിമായ പ്രായപൂർത്തിയായ ആണിനും പെണ്ണിനും 5 വഖത്ത് നിസ്കാരം നിർബന്ധമാണല്ലോ. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കടന്ന് നിസ്കരിക്കണം. അങ്ങനെയാണല്ലോ പഠിച്ചിരിക്കുന്നത്. ഒളുവെടുക്കാൻ വെള്ളമുണ്ടെങ്കിൽ ഒളുവെടുക്ക്, ഇല്ലെങ്കിൽ തൈമം ചെയ്യ്. ഇനി തൈമം ചെയ്യാൻ മണ്ണില്ല, നീ ഒന്നും വേണ്ട. വസ്ത്രമുണ്ടെങ്കിൽ ഉടുത്തുകൊണ്ട് നിസ്കരിക്കുക, ഇല്ലെങ്കിൽ ഉടുക്കാതെ നിസ്കരിക്കുക. എന്നാലും നിസ്കാരം കളയാൻ പാടില്ല. 5 വഖത്ത് നിസ്കാരം ഏത് മനുഷ്യനും നിർബന്ധമാണല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ നമുക്ക് നിസ്കരിക്കാൻ മടി, അലസന്മാരാ നമ്മൾ. എന്തോ ഒരു മടി. ഒരു ദിവസത്തിൽ 5 നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ മടി. നിനക്കറിയുവോ ഈ നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? ഇതുവരെ അറിഞ്ഞിട്ടില്ല. എടാ, നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിസ്കരിക്കുന്നവർക്ക് ഞാൻ 2 പ്രതിഫലം തരും. നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു 2 പ്രതിഫലം തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിച്ചാൽ അള്ളാഹു 2 പ്രതിഫലം തരും. ഏതൊക്കെയാണെന്നറിയാം? ഒന്നാമത്തെ പ്രതിഫലം, ഒന്ന് അള്ളാഹു പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ. അള്ളാഹു പറയുകയാ, 5 നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാൽ നിനക്ക് മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു എന്താ പറഞ്ഞത്? 5 നേരം നിസ്കരിച്ചാൽ എന്ത് തരും? പറകാക്കന്മാരെ, എന്ത് തരും? എന്ത് തരും? ഭക്ഷണം ആര് തരും? ഭക്ഷണം ആര് തരും? അള്ളാഹ് എങ്ങനെ രാഷ്ട്രീയക്കാരനാണോ പറഞ്ഞ വാക്കുമാറ്റം? എടാ, 1 മാസമോ 1 കൊല്ലമോ അല്ല, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യ സന്താനങ്ങൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. അള്ളാഹ് പറയുകയാ, ഞാനാ റാസിഖ്, ഞാനാ റബ്ബ്, ഞാൻ തരാം. നീ എന്തിനാ പേടിക്കുന്നേ? നീ എന്തിനാടാ വയ്ക്കണേ? 5 നേരം നിസ്കരിക്കും, ഞാൻ തരാം ഭക്ഷണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. തെണ്ടണ്ട ഇങ്ങനെ പള്ളിയുടെ മുമ്പിൽ, വീടുകളുടെ മുമ്പിൽ, സംഘടനകളുടെ മുമ്പിൽ നീ പോയിട്ട് യാചിക്കണ്ട, ഞാൻ തരാം ഭക്ഷണം. ഈ ഉസ്താദന്മാരാ ലോകത്തെ ഏറ്റവും കൂടുതൽ നല്ല ഭക്ഷണം കഴിക്കുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആരാ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത്? ആരാ? അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ഉസ്താദന്മാരാ. എന്നും മട്ടനും ചിക്കനും. ഇത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇമാമത്ത് നിൽക്കണത് ആരാ? നീയൊക്കെ വന്നാലും വന്നില്ലെങ്കിലും അങ്ങാര് നിസ്കരിക്കത്തില്ലേ? നിങ്ങളൊക്കെ പള്ളി വന്നാലും വന്നില്ലെങ്കിലും ആര് നിസ്കരിക്കും? കൊറോണ വന്നപ്പോഴും പറഞ്ഞത് ഇമാമ നിസ്കരിച്ചോളാൻ. കൊറോണ വന്നപ്പോഴും പറഞ്ഞ എന്താ? ഇമാമ നിസ്കരിച്ചോളാൻ. ശമ്പളം വെട്ടിക്കുറച്ചിട്ട് ഉസ്താദ് സുഖമായിട്ട് ജീവിക്കുന്നില്ലേ? ഉസ്താദിന്റെ ശമ്പളം മാത്രം തിരക്കരുത്, അറ്റാക്ക് വന്നു പോകും. സുബ്ഹാനല്ലാഹ്. പള്ളിയിലെ ഉസ്താദാണ് ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നത്. ഉസ്താദന്മാരുടെ ശമ്പളം കൂട്ടുമ്പോൾ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെ ഒക്കെ മുഖം ഒന്ന് കാണണം. അല്ലാഹു അക്ബർ. ഇവിടുത്തെ ആരെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടാ, അത് പേടിക്കണ്ട. അള്ളാഹു മന്ത്രിമാറാകട്ടെ. എടോ, അല്ലാഹു അതാ പറഞ്ഞത്, നിസ്കരിക്ക്. എനിക്ക് എൻ്റെ ഭാര്യയും മക്കളെയും കുറിച്ച് ഒരു പേടിയുമില്ല.
എന്റെ ഭാര്യ എന്റെ മക്കളെ കുറിച്ച് എനിക്ക് യാതൊരു ഭയവും ഇല്ല. കാരണം ഞാൻ നിസ്കരിക്കുന്നുണ്ട്, എന്റെ ഭാര്യ നിസ്കരിക്കുന്നുണ്ട്. മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരും, ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, കൊറോണ വന്നാലും വന്നില്ലെങ്കിലും, എന്ത് വന്നാലും അള്ളാഹു തരും ഭക്ഷണം. അള്ളാഹു ഈ മന്ദിരമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, ഉസ്താദെ അപ്പൊ ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ ഭാര്യക്കും മക്കൾക്കും ആര് കൊടുക്കും? ചോദ്യമല്ലേ? ഞാനപ്പോ ഒരു ദിവസം നാളെ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ ഭാര്യക്കും മക്കൾക്കും ആര് കൊടുക്കും? അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കി കൊടുക്കോ? ബുദ്ധി കൂടിയ ചോദ്യം. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നീ പള്ളിക്കുടിയിൽ പോയ ആര് കൊടുക്കൂടാ? നീ ഇന്ന് രാത്രി മരിച്ച നാളെ ഉച്ചയ്ക്ക് നീ ഖബറിൽ നിന്ന് അയച്ചു കൊടുക്കോ പാഴ്സല്? ഇല്ലല്ലോ, അപ്പോഴല്ലേ കൊടുക്കണേ? എടാ ചങ്ങാതി, നിനക്ക് നട്ടെല്ലിന് ഉറപ്പുണ്ടെങ്കിലല്ലേ, നിനക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നീ ജോലിക്ക് പോകത്തുള്ളൂ. നിനക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നീ ജോലിക്ക് പോകത്തുള്ളൂ. ആരോഗ്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? മൂലയെ കിടക്കും. അള്ളാഹു പറയുകയാ, നിസ്കരിക്കുക പെങ്ങളെ, മക്കളോട് പറ നിസ്കരിക്കാൻ. നീ എന്താ പറയുന്നത്? നല്ലതുപോലെ പഠിക്ക്, നല്ല ജോലി വേണം, നല്ല ശമ്പളം വേണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ചുമ്മാതല്ല കഞ്ചാവ് കച്ചവടത്തിന് നടക്കണം നിന്റെ മോൻ. ആ സമയത്ത് നീ പറ, ബാങ്ക് വിളിച്ച എഴുന്നേറ്റ് നിസ്കരിക്ക്, തെണ്ടാതെ ജീവിക്കാൻ മരിക്കുന്ന കാലം വരെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിസ്കരിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം വൽ ആഖിബത്തു ലിത്തഖ്വ, നല്ല മരണം അല്ലാഹു തരും. എന്ത് തരും? ഒരു നല്ല മരണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം തരും നമുക്ക്. നീ ഒന്ന് സ്വപ്നത്തിൽ പോലും കാണാത്ത മരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നല്ല മരണം തരും. എന്താ നല്ല മരണം എന്ന് പറഞ്ഞാ? വെള്ളിയാഴ്ച മരിക്കല നല്ല മരണം? നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എടാ, നിങ്ങൾ ചിന്തിക്കേണ്ടത്, അള്ളാഹുവിന്റെ പള്ളിയിലേക്കൊക്കെ ഈ രോഗം പിടിച്ചിട്ട് നിസ്കരിക്കാൻ പോകുന്ന വാപ്പമാരെ കണ്ടിട്ടില്ലേ? ഈ പെണ്ണുങ്ങളൊക്കെ സീരിയലും കണ്ടുകൊണ്ടിരിക്കുമ്പോ അതേ വീടിനകത്തിരുന്ന് നിസ്കരിക്കുന്ന ഉമ്മമാരില്ലേ? അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ഇതുകൂടെ പഠിച്ചിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം തരും നിസ്കരിക്കുന്നവർക്ക്. അള്ളാഹുവെ, നീ ഞങ്ങൾക്ക് നല്ല മരണം നൽകണേ അല്ലാ, നല്ല മരണം നൽകണേ അല്ലാ. നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് പിരിയാം. വിശാൽ ഇരിക്കൂലേ? 12 മണി വരെ ഇരിക്കൂലേ? ഇരിക്കൂലേ? ഷാദയുടെ പവർ കുറഞ്ഞതുകൊണ്ടാ. ഇരിക്കൂലേ? അള്ളാഹുവേ, ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നവർക്ക് മരിക്കുന്ന സമയം ഉറക്ക ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നല്ല മരണം എന്ന് പറഞ്ഞാൽ അറിയൂ? എടാ, അള്ളാഹു റിസ്ക് തരുമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. മുസ്ലിമായി ശത്രുക്കൾ പിടിച്ചുകൊണ്ടുവന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുവന്നിട്ട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ കൊല്ലും, നീ ഞങ്ങളുടെ മതത്തിലേക്ക് വാ, പുതിയ മതമൊക്കെ വിട്, ഇസ്ലാം മതം വിട്, ഞങ്ങളുടെ കൂടെ വാ. ഹുബൈബ് പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ തിരിച്ചു വരൂല, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ വരൂല. എന്തൊക്കെ പറഞ്ഞിട്ടും ഹുബൈബ് റളിയല്ലാഹു തആല തിരിച്ചു വരുന്നില്ല. അവസാനം ഹുബൈബിനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിലേറ്റാൻ തീരുമാനിച്ചു. എല്ലാവരും പറഞ്ഞു, തൂക്കുകയർ റെഡിയാക്കാൻ പറഞ്ഞു ഹുബൈബിനെ കൊല്ലാൻ. എന്നിട്ട് പറഞ്ഞു, ഇവനെ കൊണ്ട് ജയിലിൽ അടച്ചിട്, ഇവനെ തിന്നാനും കുടിക്കാനും ഒന്നും കൊടുക്കരുത്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുപോയി ജയിലിനകത്ത് അടച്ചിട്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഹുബൈബിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചവന്റെ സഹോദരിയുടെ ചെറിയ കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇറങ്ങി നടന്ന് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജയിലിനകത്ത് കയറി. ഈ പെണ്ണിങ്ങനെ തന്റെ കുഞ്ഞിനെ തെരഞ്ഞു വരുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിയിൽ ആ കുഞ്ഞിരിക്കുന്നുണ്ട്. ഹുബൈബ് തങ്ങളുടെ കയ്യിൽ കത്തിയിരിപ്പുണ്ട്. ഈ പെണ്ണ് പേടിച്ചുപോയി, ഈ പെണ്ണ് ഭയന്നുപോയി. പടച്ചോനെ, എന്തു ചെയ്യും? ഹുബൈബ് കൊന്നുകളയുമോ? വല്ലാത്ത പേടി ഈ പെണ്ണിന്. ഈ പെണ്ണ് അവസാനം പേടിച്ചുകൊണ്ട് ആ ജയിലിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു നഖം വെട്ടിക്കൊണ്ടിരിക്കുകയാ കത്തി കൊണ്ട്. കാരണം തൂക്കുകയറി വെളിയെ റെഡിയാകുന്നുണ്ട്. മരിക്കുന്നതിന് മുമ്പ് നഖം വെട്ടുകയാ. ഈ ചോര കുഞ്ഞ് മടിയിലിരിക്കുന്ന കുഞ്ഞിനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കൈകൊണ്ട് തലോടിയിട്ട് ഉമ്മാടെ കയ്യിലേക്ക് കൊടുത്തു. ആ പെണ്ണ് പറയുകയാ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പട്ടിണിയ, വെള്ളമില്ല, ഭക്ഷണമില്ല, ജയിലിനകത്ത് അടച്ചിട്ടിരിക്കുകയാ. പക്ഷേ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ മുന്തിരിയുടെ പാത്രം ഇരിക്കുന്നത്. ആ പെണ്ണ് പറയുകയാ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ജയിലിനകത്ത് അടച്ചിട്ടിരിക്കുമ്പോ ഞാൻ കണ്ടു ഹുബൈബിന്റെ മുമ്പിൽ
മുന്തിരിയിരിക്കുന്നത് അന്ന് ആ നാട്ടിൽ പോലും മുന്തിരി കിട്ടാത്ത സമയം, അന്ന് ആ നാട്ടിൽ പോലും മുന്തിരി കിട്ടാത്ത സമയം ജയിലിനകത്ത് നഖം വെട്ടിക്കൊണ്ടിരിക്കുന്ന ഹുബൈബിന്റെ മുമ്പിൽ മുന്തിരി പാത്രം ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന പെണ്ണ് പറയുകയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തിനാ അല്ലാഹു കൊടുത്തെന്നറിയോ ഹുബൈബിനെ? എന്തിനാ അല്ലാഹു കൊടുത്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിലേറ്റാൻ കൊണ്ടുവന്നു. ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബേ, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നീ എന്ത് ചോദിച്ചാലും ഞങ്ങൾ തരാം. നിന്റെ അവസാനത്തെ മോഹം എന്താ? നീ ഞങ്ങളുടെ കൂട്ടുകാരനാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഞാൻ ചോദിച്ചാൽ തരുമോ? എന്ത് ചോദിച്ചാലും തരും. എങ്കിൽ ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ സമ്മതിക്കുമോ? എനിക്ക് മരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണം. സമ്മതം കൊടുത്തു. ഹുബൈബ് തങ്ങൾ നിസ്കരിച്ചു, പെട്ടെന്ന് നിസ്കരിച്ചു, സുജൂദിലേക്ക് വീണു. അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ, ഞാൻ എപ്പോ നിസ്കരിച്ചാലും വലിയ സൂറത്താ ഓതണേ. ഇന്ന് ചെറുതാ ഓതിയത്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കൊതി തീർന്നിട്ടല്ല. അല്ലാ, എന്റെ നിസ്കാരം നീണ്ട ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണ്. അതുകൊണ്ടാ അല്ലാ ഞാൻ ചെറിയ സൂറത്ത് ഓതിയത്. നിസ്കരിച്ചു, സലാം വീട്ടി, ദുആ ചെയ്തു, കഴുകുമരത്തിന്റെ മുകളിൽ കയറി. ഹുബൈബ് തങ്ങളോട് കഴുത്തിൽ കയറിടാൻ അവർ പറഞ്ഞു, മുഖം മറയ്ക്കണ്ട. ഹുബൈബ് കടന്ന് പിടയുന്നത് ഞങ്ങൾക്ക് കാണണം, അവന്റെ മുഖം മറയ്ക്കരുത്. ഹുബൈബ് തങ്ങളുടെ കൈകാല് കെട്ടി കഴുത്തിൽ കയറ് മുറുക്കി. എന്നിട്ട് അവർ ചോദിച്ചു, ഹുബൈബെ, മതം മാറണ്ട, നിന്നെ വെറുതെ വിടാ, നീ മുഹമ്മദിനെ ഒരു ചീത്ത പറ. പിന്നെയും ഓഫർ ഹുബൈബിനോട് പറഞ്ഞു, നീ മതമൊന്നും മാറണ്ടടാ, നീ ഞങ്ങളുടെ കൂട്ടുകാരനാടാ ഹുബൈബെ, മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞാൽ മതി, എന്തെങ്കിലും ഒരു മോശമായ വാക്ക് പറ, നിന്നെ ഞങ്ങൾ വെറുതെ വിടാ. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, കൊന്നാലും ഞാൻ പറയൂല. അപ്പൊ അവർക്ക് ദേഷ്യമായി. കുന്തം കൊണ്ട് ഹുബൈബ് തങ്ങളുടെ വയറ്റിലും നെഞ്ചിലും കുത്തിയിറക്കി പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറിച്ചു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാ. വേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബ് തങ്ങൾ കരയുമ്പോ കളിയാക്കിയിട്ട് ചിരിക്കുകയാ. കരയുകയാണോടാ ഹുബൈബ്? അവര് പരിഹസിക്കുകയാണ്. മരണവപ്രാളത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ അവര് പരിഹസിക്കുകയാ, കളിയാക്കുകയാ. മരണവപ്രാളത്തിൽ കിടന്ന് പിടയുമ്പോ, തൂക്കുകയറിൽ കിടന്ന് പിടയുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് അതാ മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്കിറങ്ങി വരികയാ. പ്രതിഫലം എണ്ണടാ ചെറുപ്പക്കാരാ. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്ന ഉമ്മമാരെ, നിന്റെ മരണമാ പറയുന്നത്. നിനക്ക് അല്ലാഹു തരുന്ന മരണം എങ്ങനെയാണെന്നാ ഞാൻ പറയുന്നത്. അവസാനത്തെ മോഹമെന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, ആ ഹുബൈബിന് അല്ലാഹു കൊടുത്ത പ്രതിഫലം നിനക്ക് കാണണോ? മരത്തിൽ കിടന്ന് പിടയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. സഹിക്കാൻ കഴിയാതെ, വേദന സഹിക്കാൻ കഴിയാതെ കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബിനോട് മലക്കുകൾ പറയുന്ന, ഹുബൈബേ, വിളിച്ചു പറയടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയടാ ഹുബൈബ്, പറയടാ ഹുബൈബ്, ഷഹാദത്ത് കലിമ വിളിച്ചു പറയടാ. കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കളിയാക്കി കൊണ്ടിരിക്കുന്ന മന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
പേടിച്ചു പോയി മുസ്ലിമേ, പേടിച്ചു പോയടോ. കഴുകുമരത്തിൽ കിടന്ന് ശഹാദത്ത് കലിമ വിളിച്ചു പറയുന്ന ഹുബൈബിനെ കണ്ടപ്പോ ഇടിത്തീ വീണതുപോലെ അവര് ഭയന്നു പോവുകയാണ്. വാപ്പാ, നിനക്കല്ല തരുന്ന പ്രതിഫലം കേൾക്കണോ? രോഗം പിടിച്ചിട്ടും നീ പള്ളിയിൽ പോകുന്നവനാ, എത്ര താമസിച്ച് കടന്നാലും നിസ്കരിക്കുന്നവനാ. അല്ല തരുന്ന പ്രതിഫലം നീ മരിക്കാൻ കിടക്കുമ്പോ ശഹാദത്ത് കലിമ പറഞ്ഞു തരാൻ ആട് വേണ്ട വാപ്പാ. നിന്റെ ഉപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്റെ കൂടപ്പുറപ്പോ കുടുംബക്കാരോ ആരും നിനക്ക് വേണ്ട. ശഹാദത്ത് കലിമ പറഞ്ഞു തരാൻ ആള് വേണ്ട. ആര് പറഞ്ഞു തരുമെന്നറിയോ വാപ്പാ? ആര് പറഞ്ഞു തരുമെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, പറവാപ്പാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിനക്കും മലക്കുകൾ പറഞ്ഞു തരും ബാപ്പാ, അസ്റായിൽ പറഞ്ഞു തരും ബാപ്പാ. പെങ്ങളെ, നിസ്കരിക്കാത്ത മകളല്ല, അല്ലാഹനെ മറന്ന് നടക്കുന്നവളല്ല നിനക്ക് ശഹാദത്ത് കലിമ പറഞ്ഞു തരേണ്ടത്. നീ നിസ്കരിച്ചവളാണല്ലോ, നീ ഒരു വഖ്ത് പോലും മുടക്കാത്തവളാണല്ലോ. അല്ലാഹന്റെ മലക്കുകൾ നിനക്ക് പറഞ്ഞു തരും ശഹാദത്ത് കലിമ. പറയടാ ഹുബൈബേ, പറയടാ ഹുബൈബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹുബൈബ് തങ്ങളെ ശഹാദത്ത് കലിമ ഉറക്കെ വിളിച്ച് പറയുകയാ. എന്നിട്ട് മലക്കുകൾ പറയുകയാ, ചിരിക്കടാ ഹുബൈബേ, എന്തിനാടാ കരയുന്നത്? എന്തിനാടാ കരയുന്നത്? അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ ചോദിക്കുകയാണ്, എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്? എന്തിനാ നീ വിഷമിക്കുന്നത്? ഇങ്ങോട്ട് നോക്കടാ ഹുബൈബേ. ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ? ഇത് സ്വർഗത്തിലെ പട്ടുവസ്ത്രമാണ്. ഇത് നിന്റെ റൂഹ് പൊതിയാൻ കൊണ്ടുവന്നതാണ്. നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ പേടിക്കുന്നത്? കരയല്ലേടാ ഹുബൈബേ, കരയല്ലേടാ ഹുബൈബേ. ഉപ്പാ, നിന്റെ വാപ്പ മരിച്ചു കിടന്നപ്പ ചിരിച്ചത് എങ്ങനെയാണെന്നറിയോ? സ്വർഗം കണ്ടട്ടാ വാപ്പാ. പെങ്ങളെ, ഉമ്മാടെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ. ഉമ്മ ചിരിച്ചുകൊണ്ട് കിടക്കാറുള്ള കാരണം വഅബ്ശിറൂ ബിൽ ജന്ന. മലക്കുകളെ സ്വർഗം കാണിച്ചു കൊടുത്തു. ആ സ്വർഗം കണ്ട സന്തോഷത്തിൽ ചിരിച്ചതാ. ആ സ്വർഗം കണ്ട സന്തോഷത്തിൽ ചിരിച്ചതാ. ഹുബൈബിനോട് പറഞ്ഞു, ചിരിക്കടാ ഹുബൈബ്. ഹുബൈബ് തങ്ങളുടെ ചിരി കാണാൻ തിരക്കായിരുന്നടാ ചെറുപ്പക്കാരാ. കഴുകുമരത്തിൽ തൂങ്ങിക്കിടന്ന ഹുബൈബ് കണ്ണ് തള്ളിയിട്ടില്ല, നാവ് കടിച്ചു പിടിച്ചിട്ടില്ല, വായിലൂടെ പതയുന്നൊരയുമില്ല, മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ല. ഹുബൈബ് തങ്ങളുടെ കഴുകുമരത്തിൽ തൂങ്ങിക്കിടന്നത് എങ്ങനെയെന്നറിയോ? അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ തല വെച്ചിട്ടാടാ. ശത്രുക്കൾ ഹുബൈബിന്റെ തല തിരിക്കാൻ നോക്കി. ഹുബൈബിന്റെ തല പിടിച്ച് തിരിക്കാൻ നോക്കി. ഹുബൈബ് തല കിബിലയുടെ നേരെ വെച്ചടാ. കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഹുബൈബിന്റെ ജനാസ കാണാൻ, ചിരി കാണാൻ തിരക്കായിരുന്നടാ. എത്രയോ സ്വഹാബികള്, എത്രയോ ശത്രുക്കൾ മുസ്ലിമായത് ഹുബൈബിന്റെ ചിരി കണ്ടട്ടാ. ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. ഒരു സ്വഹാബി പറയുകയാ, ഞാൻ മുസ്ലിമാകാനുള്ള കാരണം ഹുബൈബിന്റെ ചിരിയായിരുന്നു. എന്തൊരു ചിരിയായിരുന്നു റബ്ബേ! ഹുബൈബിന്റെ ചിരി വല്ലാത്ത ചിരിയായിരുന്നു. എനിക്ക് പറയാനുള്ളത്, നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം പ്രകാശിക്കുന്ന മുഖമാ. ചിരിക്കുന്ന ഒരു മുഖം തരുമടോ, പ്രകാശിക്കുന്ന ഒരു മുഖം തരുമടോ. ചിന്തിച്ചു നോക്ക് നിന്റെ ഉപ്പാനെ കുറിച്ച്. ഏത് പാതിരാത്രി വന്ന് കിടന്നാലും ഉപ്പ നിസ്കരിക്കുമായിരുന്നല്ലോ. രോഗം പിടിച്ച് കിടക്കുമ്പോഴും നിന്റെ ഉമ്മ നിസ്കരിക്കുമായിരുന്നല്ലോ. അവർ നിസ്കരിച്ചിട്ട് വാങ്ങിച്ച
പ്രതിഫലമാ അവരുടെ മുഖത്തെ പ്രകാശം. ഹുബൈബിനോട് പറഞ്ഞു ചിരിക്കടാ. കഴുകുമരത്തിൽ ഹുബൈബ് തങ്ങളെ ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. റബ്ബേ, ശത്രുക്കൾക്ക് ദേഷ്യമായി ഈ ജനാസ ഇവിടെ നിന്ന് വിട്ടുകൊടുക്കരുത്, ഇവിടെ കിടന്ന് പുഴുത്തു നാറട്ടെ. ശത്രുക്കള് കാവല് നിൽക്കുകയാ. ഹുബൈബിന്റെ ജനാസ അടിക്കാൻ സമ്മതിക്കുന്നില്ല, അവിടെ തന്നെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് സങ്കടമായി, നബി തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി. നബി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബാ, ആരാ എന്റെ ഹുബൈബിനെ കബറടക്കുന്നത്? ആരാ എന്റെ ഹുബൈബിനെ കബറടക്കുന്നത്? നബി തങ്ങൾ ചോദിക്കുമ്പോ ഒരു സ്വഹാബി പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ പോകാ നബിയേ, ഞാൻ പോകാ നബിയേ, ഹുബൈബിനെ ഞാൻ കബറടക്കാ നബിയേ. ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു പോവുകയാണ്. ഹുബൈബ് തങ്ങളെ കഴുകുമരത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോ ശത്രുക്കൾ ഒരുമിച്ച് നിന്ന് കള്ളു കുടിക്കുകയാണ്. കാവല് നിൽക്കുന്നവന്മാര് മുഴുവനും കള്ളു കുടിക്കുകയാണ്. ഹുബൈബ് തങ്ങളുടെ ജനാസയ്ക്ക് അവര് കാവല് നിൽക്കുകയാണ്. ഈ സ്വഹാബി നോക്കുമ്പോ ഒരു സുന്ദരിയായ പെണ്ണോടി വരികയാ, സൗന്ദര്യവതിയായ ഒരു പെണ്ണോടി വരികയാ. അവൾ ഓടി വന്നിട്ട് ശത്രുക്കളോട് ചോദിക്കുകയാ, ഹുബൈബിന്റെ തലയെവിടെ? ഹുബൈബിന്റെ തലയെവിടെ? അവര് ചോദിച്ചു, ചത്തവന്റെ തല നിനക്കെന്തിനാ പെണ്ണ്? ഈ അഴുകിക്കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ പെണ്ണ്? പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അവന്റെ തല വെട്ടിപ്പൊളിച്ച് തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ഹുബൈബിന്റെ തലയോട്ടിക്കകത്തെനിക്ക് കള്ളൊഴിച്ചു കുടിക്കാനാ. ഹുബൈബിന്റെ തലയോട്ടി എനിക്ക് വേണം, കള്ളൊഴിച്ചു കുടിക്കാൻ ഞാൻ ശപഥം ചെയ്തിട്ട് വന്നതാണ്. എനിക്കവന്റെ തലയോട്ടി വേണം. നിങ്ങളിൽ ആരാ വെട്ടിത്തരുന്നത്? നിങ്ങളിൽ ആരാ വെട്ടിത്തരുന്നത്? ഞാൻ എന്റെ ശരീരം തരാ, ഞാൻ എന്റെ ശരീരം തരാ. അല്ലാഹ്, സുന്ദരിയായ പെണ്ണിന്റെ ശരീരം കണ്ടപ്പോ കയ്യിലിരുന്ന കള്ളെടുത്ത് വലിച്ചെറിഞ്ഞ് അരയിൽ കിടന്ന വാള് വലിച്ചൂരി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടുന്നതിന് വേണ്ടി ചെറുപ്പക്കാര് ഓടുമ്പോ ഈ സ്വഹാബിയുടെ പനമരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. എന്താണ് നടക്കുന്നതെന്ന് കാണണമല്ലോ. സുബ്ഹാനല്ലാഹ്, മുകളിലെത്തുമ്പോ തലവെട്ടാൻ പോയവന്മാര് ജീവനും കൊണ്ടോടുകയാ. നാലു ഭാഗത്തേക്കും ഓടുകയാ. ഒന്നും കാണുന്നില്ലടോ, ഒന്നും കാണുന്നില്ലടോ. ഒരുപാട് സമയം കഴിഞ്ഞു. ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഹുബൈബ് തങ്ങളുടെ ശരീരം കാണുന്നില്ല, ജനാസ കാണുന്നില്ല, സംഭവിച്ചതറിയില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ മുന്നിലേക്ക് ഓടുകയാണ്. കരഞ്ഞുകൊണ്ട് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, കാണുന്നില്ല നബിയേ, ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, എന്റെ ഹുബൈബിനെ കബറടക്കി സഹാബാ. ഹുബൈബിനെ കബറടക്കി. ആരാ കബറടക്കിയത്? നിസ്കരിക്കുന്ന ചെറുപ്പക്കാരോട്, നിസ്കരിക്കുന്ന ചെറുപ്പക്കാരോട് അല്ലാഹ് നിനക്ക് തരുന്ന പ്രതിഫലം അറിയണോടാ മോനെ. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഒരു ദിവസം നീ മരിക്കുമല്ലോ, നിന്റെ ജനാസ കുളിപ്പിക്കുമല്ലോ, അവസാനം താങ്ങിയെടുത്ത് വീടിനകത്ത് 3 കഷ്ടം വെള്ളത്തുടിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തിക്കടത്തുമല്ലോ. എന്നിട്ട് റബ്ബേ, നിനക്കുള്ള ദാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ,
അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. നിന്റെ ശരീരത്ത് മുഴുവനും പഞ്ഞി വെക്കുമല്ലോ, നിന്റെ ജനാസ പൊതിയുമല്ലോ, മയ്യത്ത് കട്ടിലെ കൊണ്ടുവന്നല്ലോ, എടുത്തു മലർത്തി കടത്തുമല്ലോ. സുബ്ഹാനല്ലാഹ്, നിലവിളിയാടാ ചെറുപ്പക്കാരാ. ഒരു മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം എപ്പോഴാണല്ലോ. ജനാസ ചുമക്കുകയാ. 5 നേരം നിസ്കരിച്ച എന്റെ ചെറുപ്പക്കാരോട്, എന്റെ ഉമ്മ പെങ്ങന്മാരോട് പറയുകയാ, അല്ലാഹു തരുന്ന പ്രതിഫലങ്ങൾക്കടോ, അല്ലാഹു തരുന്ന പ്രതിഫലങ്ങൾക്കടോ. നിന്റെ നാട്ടിലെ പള്ളിയിലെ സ്ഥലമില്ല പെങ്ങള്, നിറയുമടാ ചെറുപ്പക്കാരാ. നിങ്ങളുടെ നാട്ടിലെ പള്ളി ജീവിതത്തിൽ ആദ്യമായി നിറഞ്ഞു കവിയുകയാ. കാലുകുത്താ സ്ഥലമില്ല, സ്ഥലമില്ല. പള്ളിയും പരിസരവും പള്ളിപ്പറമ്പും റോഡ് പോലും നിറയുകയാ. നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ ആള് വരികയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ല, സൗദി അറേബ്യയുടെ ഭരണാധികാരിയല്ല. പിന്നാര് വരുമെന്നറിയോ? പിന്നാര് വരുമെന്നറിയോ? ആകാശത്ത് നിന്നും മലക്കുകൾ വരുമടാ ചെറുപ്പക്കാരാ. ആകാശത്ത് നിന്നും മലക്കുകൾ വരികയാ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന പടച്ച റബ്ബിന്റെ മലക്കുകൾ വരുമടാ നിന്റെ ജനാസ ഖബറടക്കാൻ. പടച്ചവനെ വെറുതെ പറഞ്ഞതല്ല. ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ ഖബറടക്കിയതാരെന്നറിയോ? സഹാബ. എന്റെ മലക്കുകൾ ഖബറടക്കി സഹാബ. അല്ലാഹുവിന്റെ മലക്കുകൾ ഖബറടക്കിയ സഹാബിയാ. മലക്കുകൾ ഖബറടക്കിയ സഹാബിയാ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. വരുമടാ ചെറുപ്പക്കാരാ, വരും ബാപ്പാ. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാ പറഞ്ഞത്, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാ പറഞ്ഞത്. ഇതിനാ നല്ല മരണമെന്ന് പറയുന്നത്, ഇതിനാണ് നല്ല മരണമെന്ന് പറയുന്നത്. അല്ലാതെ കണ്ണ് തള്ളി മുഖം കറുത്ത് വായിലൂടെ പതയുന്നൊരയും ഒലിപ്പിച്ച് മലമൂത്ര വിസർജനം നടത്തി മയ്യത്ത് കാണാൻ വരുന്നവനെ ഭയപ്പെടുത്തുന്ന മരണമല്ല. മരിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ മരിക്കണ്ട്, ശഹീദിനെ പോലെ മരിക്കണ്ട്, സകാദത്ത് കലിമ പറഞ്ഞു മരിക്കണ്ട്, കടം വീട്ടി മരിക്കണ്ട്, തൗബ ചെയ്ത് മരിക്കണ്ട്, നന്മ ചെയ്ത സമയത്ത് മരിക്കണ്ട്. അല്ലാഹുവേ, കാണാൻ വരുന്നവര് മുഴുവനും കൊതിക്കുന്നവര് മരണം വേണ്ട. തയ്യാറാകു സഹോദരാ, പരിശ്രമിക്ക സഹോദരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്ബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അതുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരോടും ഒന്നേ പറയാറുള്ളൂ, സ്വന്തം നഫ്സിനോടും നിങ്ങളോടും പറയാനൊന്നേ ഉള്ളൂ. എപ്പോഴെവിടെ വച്ചാണെന്നറിയില്ലല്ലോ. ചിരിയും കളിയും തമാശയുമായി നടക്കുന്ന മുസ്ലിമേ, ഇടയ്ക്കിടയ്ക്ക് കാലിൽ നോക്കണേ. എടീ പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, ഒരുപാട് സുഖിക്കുമ്പോ, ഒരുപാട് ചിരിക്കുമ്പോ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. കുല്ലും ബ്രിഇൻ മുസബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. ഈ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ ഇതുപോലെ മരണം നിങ്ങളുടെ കൂടെയുണ്ട്. അല്ലാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അല്ലാഹു നല്ല